ഇതിലാണ് കിടന്ന് കീറുന്നത്. ഞാൻ ഒരുങ്ങിയത് കമ്മ്യൂണിറ്റി ഫോളോ ആവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ അതെല്ലാം ഇന്ന് ഒലിച്ച് ഇറങ്ങുമെന്നാണ് എഴുത്ത് നനഞ്ഞത് കാണിച്ചു തന്നതാണ്. ഇത് ഞാൻ കുറേ നേരം കൊണ്ട് വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. വർക്ക് ഓഫ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. കുറച്ചിട്ട് ധരിച്ചു നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ. കണ്ടോ കണ്ടോ, കണ്ണ് നിറച്ച് കണ്ടോ. 1 വയസ്സല്ല, ഇതല്ലാതെ നമ്മൾ ചെയ്ത് നോക്കുന്നതാണ് പ്രൊസീജിയർ കൊണ്ടുവന്നത്. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് ഒന്ന് ചായ കുടിക്കുന്നു, വട കഴിക്കുന്നു. ഫേവറേറ്റ്, എല്ലാവരും ഇഷ്ടപ്പെട്ട സാധനം. പക്ഷേ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. നാളെ എന്തായാലും ഒരു എക്സാം. അപ്പോൾ ജോലി തുടങ്ങിയത് ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. മുഴയെ അച്ചാറും കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് നമ്മൾ വാരി കുടിക്കണമെങ്കിൽ ഫുള്ള് നാട്ടുകാരെ അതെ, ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉള്ളൊരു ദിവസമാണ്. ഉറക്കത്തിൽ നിന്നിട്ട് പല്ലുപോലും തേക്കാതിരിക്കുകയാണ്. ഇത് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് ഈ ഒരു സിറവും ക്രീമും ഇടാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഞാൻ ഒരുങ്ങിയത്. കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോയി മോന്ത അത്രയും ടാനായി, ഭയങ്കരമായിട്ട് ടാനായി. ബാക്ക് നമ്മുടെ മുതുകുണ്ടല്ലോ, മുതുകിൻ്റെ അവിടെ ഭയങ്കര കളർ വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കഴിയുമ്പോൾ ഇത് മാറും. ഇത് മാറി കഴിയുമ്പോഴത്തേനും അടുത്ത നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് വരും. അപ്പോൾ അത് വീണ്ടും വരും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലേ ഇതൊക്കെ നമുക്ക് മാറത്തുള്ളൂ. അപ്പം ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിനി 3 months കൂടെ ഉള്ളൂ ശരിക്കും എൻ്റെ കോളേജ് ലൈഫ് കഴിയാനായിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാൻ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വന്നിട്ട് കാണാം. സൺസ്ക്രീൻ എല്ലാവർക്കും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനും കുറച്ചിട്ട് കൊടുത്തു. സുന്ദരനാവട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ, ഈ ആടെന്തിനാണ് കിടന്ന് കീറുന്നതെന്ന് എനിക്കറിയില്ല ഗായ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറേ നേരം കൊണ്ട് വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലാരും കോൾ എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഫുഡില്ല, ചോറില്ല എന്നാണ്. അപ്പം ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറയും. അമ്മ ദോശയൊക്കെ ചുട്ട് തരാമെന്ന് പറയും. പക്ഷേ ഇപ്പോൾ 7:20 ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് പോകണേണ് നല്ലത്. കാരണം പോണ വഴിക്ക് വല്ല മഴയോ ബ്ലോക്കോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടു. 9 മണിക്ക് എന്തായാലും അവിടെ എത്തണം, അല്ലെങ്കിൽ ബസ് എടുത്തോണ്ട് പോകും. സീനാവും. പിന്നെ നമുക്ക് അറ്റൻഡൻസ് ഒന്നും കിട്ടത്തില്ല. ഇത്രയും രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് ഒരുങ്ങിയതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും വയസ്സ്. എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങിയ കറക്റ്റ് സമയത്തിന് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. അരിയിലിറക്കി ഇന്ന് ഒലിച്ച് ഇറങ്ങും. ഞാൻ നല്ലപോലെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അതെല്ലാം ഇന്ന് ഒലിച്ച് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം കോളാവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ അലനറൊക്കെ വരച്ച് എവിടെയെങ്കിലും നല്ല രീതിയിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ഇതുപോലെ അല്ലെങ്കിൽ മഴയോ പേമാരിയൊക്കെ വരും. സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ് അത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയാൽ ആയുധങ്ങളൊക്കെ പയ്യെ ബാഗിൽ നിന്ന് നമ്മൾ എടുത്തു. പടച്ചട്ട ധരിച്ചു നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് പകുതി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നധികം വെയിൽ കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സാധാരണ എന്നും നമ്മൾ പോകുന്ന സമയത്ത് വെയിലും തിരിച്ചു വരുന്ന സമയത്ത് മഴയുമാണ്. എല്ലാം ഒലിച്ചു പോകും മഴ. അയലിനിറങ്ങിങ്ങനെ ഒലിച്ചിറങ്ങും. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ എൻ്റെ കരച്ചിൽ കണ്ടു, നിങ്ങൾ എൻ്റെ വിഷമം മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ മുണ്ടുപോയി കാണിക്കുന്നത് മഴയത്ത് നനഞ്ഞത് കാണിച്ചു തന്നതാണ്. ഇതും വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും കണ്ണിൽ അതൊരു നാശം പിടിച്ച പക്കി പറന്ന് കയറി. അതിനെ ഞാൻ വലിച്ചിളക്കി കളയാണ് ഗൈസ്. അങ്ങനെ വലിച്ചിളക്കി കളഞ്ഞിട്ട് നമ്മൾ നേരെ ചായക്കടയിലോട്ട് വെച്ച് പിടിച്ചു. ഇത് മറ്റേ വെജ് ഹോട്ടലാണ് കേട്ടോ, കേശവദാസപുരത്തുള്ള. ഇവിടെ നമ്മൾ നല്ലൊരു മധുരമില്ലാത്ത വൃത്തിയുടെ കോഫിയാണ് കുടിക്കാനായിട്ട് പോകുന്നത്. സാധാരണ കോഫി നല്ലതാണ്, പക്ഷേ മധുരമില്ലാത്തതുകൊണ്ട് അതെനിക്ക് വൃത്തിയായിട്ട് വർക്ക് കോഫി ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. എന്തായാലും കുടിച്ചല്ലേ പറ്റൂ. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പാർട്ടായിട്ട് നമ്മൾ കോഫി മധുരമില്ലാതെയാണ് കുടിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു കോഫി നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എത്തുമ്പോഴത്തേനും അവിടെ ഏതെങ്കിലും വീട്ടിൽ തലയിറങ്ങി. അതിനേക്കാളും നല്ലത് ഒരു കോഫിയെങ്കിലും കുടിച്ചിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലോ, എവിടെയെങ്കിലും ചാരി ഇഴഞ്ഞെങ്കിലും വീട്ടിൽ എത്താമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് കോഫി കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കോഫി എങ്ങനെയെങ്കിലുമൊക്കെ കുടിച്ച് തീർത്തിട്ട് നമ്മളിതാ സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ അംഗം തുടങ്ങുന്നത്. അംഗം എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര അംഗമാണ്. അപ്പോൾ ഇന്ന് വലിയ വെയിലൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. കണ്ട എൻ്റെ 2 ഫ്രണ്ട്സ് വായും കളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ. എന്താ ഒരു ചിരി. ഇതാണ് നമ്മുടെ ബാക്ക് ടെക്നിക്ക്. ഇതിലാണ് നമ്മൾ പല പരിപാടികളും ചെയ്യുന്നത്. അതാ മൂത്രം കാച്ചൽ, മൂത്രം കാച്ചൽ ബെനഡിക്ട് ടെസ്റ്റ്. നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം. ഇതൊരു പഴയ പ്രൊസീജിയറാണ്. ഇപ്പം ഇത് എന്തുകൊണ്ട് പിന്തുടരുന്നു എന്നെനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ മൂത്രത്തിൽ ഷുഗർ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ബി പി അപ്പാരറ്റസ് അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. ഞങ്ങൾ 4 പേരും ആണ് ബെസ്റ്റീസ്. നമ്മളെ ക്ലാസ്സിലുള്ള ബെസ്റ്റീസ്. നമ്മളെല്ലാവരുമായിട്ട് ഫ്രണ്ട്സാണ് ക്ലാസ്സിൽ. ഇപ്പം നമ്മൾ കോഴ്സ് കഴിയാതായപ്പോഴത്തേനും പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരുമായിട്ട് ഭയങ്കര ബോണ്ടിങ് കൂടി വരെയാണ്. കരയ്ക്കാനുള്ള പരിപാടിയാണ്, എല്ലാവരും നടക്കൂല. അപ്പോൾ നമ്മൾ മാഡംസ് വരുന്ന നേരം വെയിറ്റ് ചെയ്യണം. 9 മണിക്കാണ് ബസ് എടുക്കുന്നത്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും മാഡംസ് വരും. അത് കഴിഞ്ഞ് നമ്മളെ അർബൻ പോസ്റ്റിംഗ് ആണ്, വേളിയിലാണ് നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത്. അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, പറ്റുന്നതൊക്കെ ഞാൻ എടുക്കാം എന്തായാലും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടെന്നറിയത്തില്ല, ഇവിടെ ഓരോരോ നക്ഷത്രങ്ങൾക്ക്, അതായത് ഓരോരോ നാളിലും ചെടികൾ വെച്ചിരിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മളെ മുഖമൊക്കെ എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിങ്ങിന് പോയി മുഖമെല്ലാം ഒരുമാതിരി ആയിപ്പോയി. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവിടെ എന്തുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടോ കണ്ണ് നിറച്ച് കണ്ടോ.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാലുകളാണല്ലേ, ശരിക്കും കാലുകളാണ്. അതായത് നമ്മൾ ഈ ബാഗും കൊണ്ട് വാലാകോല നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് യൂറിനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടെസ്റ്റ്, ഷുഗർ ഉണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്രൊസീജിയർ വൈസ് അല്ല, ഇതല്ലാതെ നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. പ്രൊസീജിയർ വൈസ് നമ്മൾ ഓൾറെഡി മാഡത്തിനെ കാണിച്ചു, ഇതല്ലാതെ നമ്മൾ വെറുതെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ വൈസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല, കാരണം അപ്പോൾ വീട്ടുകാരൊക്കെ കൂടെ കാണും. ഇത് വീട്ടുകാരില്ല അവിടെ, സംഭവം അവരേതോ തുണിക്കടയിൽ തുണി മേടിക്കാൻ പോയി ഞങ്ങളെ വീട് എത്തിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ പരിപാടികൾ പിന്നെയും വെറുതെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ബെനറ്റ് ടെസ്റ്റ് മാത്രമല്ല നമ്മൾ പ്രൊസീജിയർ ലിസ്റ്റിലുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ പഠിക്കുന്ന എല്ലാ പ്രൊസീജിയറും നമുക്ക് ഏതൊക്കെ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഏതിനൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ടോ അതെല്ലാം നമുക്ക് നമ്മുടെ ഫൈനൽ ഇയർ കമ്മ്യൂണിറ്റി പോസ്റ്റിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഡ്രസ്സിങ്ങും പിന്നെ അതുപോലെ തന്നെ വൈറ്റൽ സയൻസ്, ഗ്രോത്ത് ആൻഡ് പീഡിയാട്രിക് ആണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാ പരിപാടികളും കാണും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ബെനഡിക്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചൂടാക്കുന്നത്. ഈ ടെസ്റ്റ് ട്യൂബ് നമ്മളിപ്പോൾ ചൂടാക്കുന്നില്ല, അതിൽ കളർ ചേഞ്ച് വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ചാർട്ട് വെച്ചിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഇത്ര പെർസെൻറ്റേജ് ഇത് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നഴ്സ് പഠിക്കുന്നവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കുന്നില്ല. അങ്ങനെ കാര്യപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫോൺ വയ്ക്കാൻ മറന്നതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ചോറ് കഴിച്ചിട്ട് എന്തായാലും ഫോൺ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചോറ് കാലിൽ കുടുങ്ങി മസിൽ കയറിയ വലിയ കാര്യത്തിൽ ഡയറ്റൊക്കെ നോക്കുന്നതുകൊണ്ട് ചപ്പാത്തിയും കുറച്ച് കറിയാണ് ഞാനിന്ന് കൊണ്ടുവന്നത്. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് രണ്ടടാന്ന് പറഞ്ഞ് മാജിക് പോലെ ഇതൊക്കെ മാറും. കാരണം എല്ലാവരും കൈട്ട് വരെയാണ് കഴിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ. അതിനൊക്കെ ഭയങ്കര ഒത്തൊരുമയാണ് കേട്ടോ. അപ്പോൾ ഇവളിന്ന് എന്തോ ഫാസ്റ്റിംഗ് എന്തോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവൾ പച്ചരി ചോറാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ കൊണ്ടുവന്ന പാത്രത്തിലല്ല ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ചപ്പാത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കറികളൊന്നുമില്ല, ഹോസ്റ്റലിലെ ദാരിദ്ര്യം പിടിച്ച കറി. സൂപ്പർ ഡൂപ്പർ. അങ്ങനെ നമ്മൾ ഫൈനലി ഫുഡ് കഴിച്ചിരിക്കുകയാണ്. നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഇത്ര നേരം തെണ്ടിപ്പറക്കി നടന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ താഴെ കൈ കഴുകാനായിട്ട് പോകണം. എല്ലാവരും ഫുഡ് കഴിച്ച് തളർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ഇനി ക്ലാസ്സിലിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫോണ് താഴെ കൊണ്ടുവയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഇനി ഫോണ് താഴെ കൊണ്ടുവന്ന് വെക്കണം. ഇനി നമ്മൾ ക്ലാസ്സിന് ഇറങ്ങിയിട്ട് കാണാം. ആരും പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ചാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി സ്ഥിരം കലാപരിപാടികൾ. കോഫി ഹൗസിൽ പോകുന്നു, ചായ കുടിക്കുന്നു, വട കഴിക്കുന്നു. ഞാൻ മധുരമില്ലാത്ത ഒരു വിത്തൗട്ട് ബ്ലാക്ക് കോഫിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ വന്നിട്ട് ആസ് യൂഷ്വൽ മോദകം ഈസ് ദ വൺ ഓഫ് ദ ഫേവറേറ്റ്, എല്ലാവരും ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ മോദകം എല്ലാം കഴിച്ച് നമ്മൾ ചായയൊക്കെ കുടിച്ച്, മോദകമല്ല അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ ബസ് വരുന്നത് ഒരു 5:15 എൻ്റെ ബസ് വരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ബസ് സ്റ്റോപ്പിലൊക്കെ കയറി ബസ്സിലൊക്കെ വലിഞ്ഞ് കയറി എന്താ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു പല്ലി വീട്ടിൽ പടിയെത്തിപ്പോൾ എനിക്ക് പല്ലിയും പാമ്പും ഭയങ്കര പേടിയുള്ള 2 ജീവികളാണ്. വീട്ടിൽ വന്നുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലൂടെ വന്നു. വീട്ടിലൂടെ കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. വന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഞാൻ വന്നുകൊണ്ട് ഇവിടെയൊക്കെ അടിച്ചു വാരി തൂത്തുവാരി എല്ലാമൊക്കെ ചെയ്തു. പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്തു. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു കോഫിയും പിന്നെ കുറച്ച് കപ്പലണ്ടിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇരിക്കുകയാണ് ഞാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് നാളത്തേക്ക്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ ഈ ഒരു കോഫി കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊക്കെ കടക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പയ്യെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടെ തീരുമില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് എന്തായാലും ഞാൻ വന്നത് കുറച്ച് അധികം ലേറ്റായിട്ടാണ് വന്നത്. അപ്പം വന്ന് എനിക്ക് ടെറസിൽ പോയി തുണി ഒറ്റയ്ക്ക് കഴുകിടാനായിട്ട് ഒരു പേടി. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് ഞാനും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തുണി കഴുകാൻ പോകാമെന്ന് പറഞ്ഞപ്പം തുണി കഴുകാൻ പോകുന്നതിന് മുന്നേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ഈ കോഫിയും കുടിച്ച് കുറച്ച് കപ്പലണ്ടിയൊക്കെ തിന്നട്ടെ. നല്ല വിശപ്പുണ്ട് ഗൈസ്. ഉച്ചയ്ക്ക് 2 ചപ്പാത്തി കഴിച്ചതാണ്. രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പം അതിൽ എനിക്ക് 8 hours കഴിക്കാം, 16 hours എന്തോ ഞാനിവിടെ കൊടുക്കാം കണക്കൊക്കെ. അപ്പോൾ എനിക്കൊരു 8 മണി വരെ ഫുഡ് കഴിക്കാനുള്ള ടൈമുണ്ട്.
അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി. അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് കോഫി കുടിക്കുക, അതെനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല, ശീലമായിപ്പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 1 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഞാൻ ആ കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 8 മണിക്ക് മുന്നേ എനിക്ക് ഡിന്നറൊക്കെ കഴിക്കണമെന്നാണ് ആഗ്രഹം. നടക്കും ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല മാറ്റമുണ്ട്. എനിക്ക് വെയിറ്റ് ലോസ് എനിക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് 65 കിലോ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ എനിക്ക് 57 കിലോ ആയി. അപ്പം സൺഡേ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പം പീരീഡ്സ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ പീരീഡ് സമയത്ത് ഞാൻ ചെറുതായിട്ടൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ട് ഇവിടെ നമ്മുടെ ആ കാലിൻ്റെ ഭാഗത്ത് നല്ലൊരു പെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നു അതൊന്ന് കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് ബാക്കി എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റന്നാൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ വേദനയുടെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പോസ്റ്റിംഗ് സമയത്ത് ഒരുപാട് നടക്കാനുള്ളൊക്കെയാണ്. അപ്പോൾ അതൊന്നും നടക്കത്തില്ല. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആവും. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കത്തില്ല. അപ്പോൾ അതിനൊരു നല്ലൊരു കൺസേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാത്തത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. നല്ല മാറ്റമുണ്ട് ഗൈസ്, നല്ല രീതിയിൽ എനിക്ക് മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് 65 കിലോയിൽ നിന്നും 57 കിലോ ആയി. ഇപ്പം ഇനി എന്ത് വല്ല കൂടിയിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇനി എന്തായാലും ഞങ്ങൾ വെയിറ്റ് നോക്കുന്ന മെഷീൻ എന്തായാലും ഇല്ലാതായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയാണ് നോക്കുന്നത്. അപ്പോൾ സൺഡേ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഈ കോഫിയെ കുടിച്ചിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. ഇതാ നിങ്ങൾ കാണുന്നത് നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിക്കുന്ന എന്നെയാണ്. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയ കാരണം ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേനും എങ്ങനെയും കയറി കിടന്നാൽ മതി എന്നൊരു ചിന്തയായിരിക്കും. പക്ഷേ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. നാളെ എന്തായാലും ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഇനി കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. അതിന് എന്ന് എഴുതി തീർക്കുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇനി ഒരു 2-3 മാസം കൂടെ ഉള്ളൂ കോഴ്സ് തീരാനായിട്ട്. അയ്യോ എനിക്കറിഞ്ഞൂടെ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഇനി നമ്മൾ ഫുള്ള് ഇതൊക്കെ പഠിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ വന്നുകൊണ്ട് മഴ നനഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ട് ജോലി തുടങ്ങി. എന്തൊരു മനുഷ്യനാണെന്തോ, ജോലിയോട് ഇത്ര ആത്മാർത്ഥതയുള്ള മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജോലി തുടങ്ങിയത് ഇതിൻ്റെ ഇടയിൽ ട്വിസ്റ്റ്. അതായത് ഇവിടെ തല എവിടെ കൊണ്ടുവച്ച് ഇടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേനും അവിടെ ഡോറിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് പൊക്കമുള്ളതുകൊണ്ട് കുനിഞ്ഞ് കയറണം. ഇങ്ങനെ കുനിഞ്ഞ് കയറാതെ നേരെ ചെന്ന് കയറി കൊടുത്തു. അങ്ങനെ തലയിൽ ഡോറിൻ്റെ ആ ഒരു ഇത് തലയിലിടിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പോയി യൂണിഫോമൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് പുറത്ത് പോയി കഴുകാൻ നിർവാഹമില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. വീട്ടിൽ പോയത് ചോറും വീട്ടിൽ ചെന്നപ്പോഴത്തേനും മഴയായതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിക്കാനാണ്. കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ചേട്ടൻ ചോറ് മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് നേരെ ചോറാക്കി കുറച്ച് മുട്ട ഇങ്ങനെ ചിക്കി വറുത്തിട്ടിട്ട് നമ്മൾ വാരി കൊടുക്കുകയാണ്. നല്ല കുട്ടിയായിട്ട് നമ്മൾ വാരി കൊടുക്കണമെങ്കിൽ ഫുള്ള് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല എന്തായാലും രാത്രി ഫുഡ്. കാരണം എനിക്ക് 8 മണി വരെ കഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുക. ബൈ.